best for the day ahead. We, the students of Government Boys HSS Mavelikira, consider this as a most remarkable moment. Myself, Rehna Sara Roy of 12th Commerce. Today is July 27th, the 6th death anniversary of our former President, Bharat Ratna Dr. APJ Abdul Kalam, a true seer and a great visionary. His death is an irreparable loss for the entire humanity, but his life is an inspiration for the millions. Let us see together a colorful vibgyor of programs unfold. Before the formal start of the commemoration ceremony, just listen to a melodious prayer from Athira. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾത്തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രികളെ തൊട്ടുനിൽക്കുന്ന ജഗദീശ്വര സ്തുതി എന്ന് പറയാതെ വയ്യ. നന്ദി ആദരം കർണാമൃതയത്തിന്. സ്വപ്നങ്ങളെ ചിന്തകളാക്കുവാനും ചിന്തകളെ കർമ്മങ്ങളാക്കുവാനും യുവതയോട് ഉദ്ഘോഷിച്ച APJ അബ്ദുൽ കലാം എന്ന മഹാനുഭാവന്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ പ്രണാമം അർപ്പിക്കാം. അതോടൊപ്പം അനുസ്മരണ സന്ദേശത്തിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പുഷ്പ ടീച്ചറിനെ ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ഈ പ്രത്യേക അസംബ്ലി ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ APJ അബ്ദുൽ കലാം സാറിന്റെ ചരമദിനത്തോട് ബന്ധപ്പെട്ടിട്ടാണ്. ലോക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തിയാണ് നമ്മുടെ 11ാമത്തെ രാഷ്ട്രപതി കൂടിയായ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം സാർ. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്ന അദ്ദേഹം ലോകം ആദരിക്കുന്ന ശാസ്ത്രജ്ഞനായി മാറിയത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നല്ല സ്വപ്നങ്ങൾ കാണുക എന്ന് കുട്ടികളെ അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകൾ നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. എപ്പോഴും ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു. അങ്ങനെ എന്റെ മകൾ പഠിച്ച ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കാണുവാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു എന്നത് എന്റെ ജീവിതത്തിലെ വളരെ പ്രധാന ഒരു സംഭവമായി ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഷില്ലോങ്ങില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യവും എന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 15-ാം തീയതി വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയി ആചരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഭാഗ്യമുള്ള ഒരു ദിനമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും നമ്മുടെ ഇന്ത്യയുടെ പ്രധാന ശാസ്ത്രജ്ഞനായ ആദരണീയനായ മുൻ ISRO ചെയർമാൻ കൂടിയായ ശ്രീ മാധവൻ നായർ സാറിനെയാണ് നമുക്ക് ഈ ദിനത്തിൽ നമ്മോട് സംസാരിക്കുവാൻ കിട്ടിയിരിക്കുന്നത് എന്ന് വളരെ ഭാഗ്യമായി തന്നെ കരുതുന്നു. അത് നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ എല്ലാവരുടെയും വളരെ വളരെ ഭാഗ്യമാണ് എന്ന് കരുതുന്നു. അദ്ദേഹത്തെ ഈ നമ്മുടെ ഒരു വെർച്വൽ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. Thank you, teacher, for your inspiring message. You deserve a great applause for your support. We are really a blessed batch of students and are at the peak of excitement. We are looking forward to hear an address from a great personality, G. Madhavan Nair sir. Veteran space scientist and former chief of ISRO and a close associate of Dr. APJ Abdul Kalam. Let's listen to his word. മാവേലിക്കര ഗവൺമെൻറ്
HSS കലാം സ്മൃതി ദിനം ആചരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ മഹാ ആത്മാവിന് മുമ്പിൽ എൻ്റെ പ്രണാമം. ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം അഭിനന്ദനം അറിയിക്കുന്നു. അത് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ത്യ മഹാത്മാഗാന്ധി കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി, മഹാത്മാവെന്ന് വിശേഷിപ്പിക്കാൻ നമുക്ക് അർഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ഡോക്ടർ അബ്ദുൽ കലാമായിരുന്നു. അദ്ദേഹം രാമേശ്വരത്തെ ഒരു ചെറിയ കുഗ്രാമത്തിൽ നിന്നും വളർന്ന് അവസാനം ഇന്ത്യയുടെ പ്രഥമ പൌരനായി ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ നീണ്ട യാത്രക്കിടയിൽ അദ്ദേഹം രാഷ്ട്രത്തിന് പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഇന്ത്യയെ ഒരു സ്പേസ് പവറാക്കി മാറ്റിയ SLV-3 റോക്കറ്റിന്റെ വികസനം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നിരുന്നത്. പിന്നെ DRDOയുടെ മിസൈൽ പ്രോഗ്രാം, അതുപോലെ തന്നെ അവരുടെ ആണവ ആയുധ പ്രോഗ്രാം, ഇങ്ങനെ പലതിലും അദ്ദേഹത്തിന്റെ സാങ്കേതിക മികവ് തികച്ചിട്ടുണ്ട്. പിന്നെ അവസാനം കാൻഡിഡേറ്റ് ആയിട്ട് പോളിറ്റീഷ്യൻ അല്ലാത്ത ഒരു ടെക്നോക്രാറ്റിനെ, വളരെ രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ടെക്നോക്രാറ്റിനെ, ഡോക്ടർ അബ്ദുൽ കലാമിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ട് പോലും അദ്ദേഹം സാധാരണക്കാരുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നും ഏതൊർക്കും രാഷ്ട്രഭവനിൽ പോയി അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് കുട്ടികൾക്ക് വേണ്ടി രാഷ്ട്രപതി ഭവൻ അദ്ദേഹം ആഴ്ചയിലൊരിക്കൽ തുറന്നു കൊടുത്തിരുന്നു. ആ കുട്ടികൾ അദ്ദേഹവുമായിട്ട് സംവദിക്കുകയും പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. സാർ, ഞങ്ങളുടെ ആദരവും നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെന്നും ഓർമ്മയുടെ ചുമരിൽ സൂക്ഷിക്കുവാൻ പറ്റുന്ന ഒരു നവ്യ അനുഭവം. ഇനി അനുസ്മരണ സന്ദേശം നൽകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് അധ്യാപിക മഞ്ജുശ്രീ ടീച്ചർ. ISROയുടെ ഓരോ സ്പന്ദനവും തന്റെ പ്രിയതമിലൂടെ കേട്ടറിയുവാൻ ഭാഗ്യം സിദ്ധിച്ച ടീച്ചറിന്റെ സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. Dear all, today we are here to celebrate Kalam Smriti Dinam, a commemoration of Dr. APJ Abdul Kalam, who passed away on this very day on 27th July in 2015. Do you know Dr. Kalam? He is known as the Missile Man of India, an Indian aerospace scientist under whose leadership India did the Pokhran 2 nuclear testing. Moreover, he was the 11th President of India for a term from 2002 to 2007. For us, he is really special because of his life. He was born in a small village Rameswaram on 15th October 1931. I Will Fly is an inspiring speech of Dr. Kalam which is included in your curriculum. Why? He said, "Dream is not what you see in sleep. It doesn't let you sleep." He proved this through his life. It is a success story. He transformed himself from a village boy to a global scientist. Dr. Kalam told us that each and every person is born with potential to achieve greatness. We all have inborn qualities and ideas to achieve greatness. His contributions to ISRO is also praiseworthy. Under Kalam, the 2 missiles Agni and Prithvi got more importance than the other projects. As youngsters, you please read his autobiography, Wings of Fire, which is really inspiring. It is translated into Malayalam in the name Agni Chiragugal. In this moment, I am also really proud to be a part of ISRO family because my husband is also working as a scientist there. Kalam's life story is really a combination of hard work, positive attitude and self-confidence. Through these qualities, one can achieve uniqueness in his life.
Dr. Kalam became unique in his life. Like that, if you follow the definition of dream given by Dr. Kalam, you can also become unique in your life. Try to be unique. A big salute to Dr. Kalam on his Smriti Dinam. Thank you very much. Thank you. Thank you, Manju teacher, for your spellbounding speech. Yes, we are anxiously waiting for an address from our students' representative, Devika. A pleasant good morning to one and all. I stand here today humble and honored in this virtual platform for paying tribute to APJ Abdul Kalam, a real human being. I'm not going to mention too much about his scholastic or scientific achievements, but as a down-to-earth person, he aimed for the skies, but feet planted firmly on the ground. An enchanting person with the qualities of true leader, guided with humility and wisdom. Born in Rameshwaram, Tamil Nadu, to Janila Apteen and Ashiyama, in a humble family of a bought honor and an imam of a mosque. At an early age, he sold newspapers to supplement his family income after completing his education at Scott High Secondary School, Ramnathpuram. He went St. Joseph College, affiliated to University of Madras, and graduated in physics in year 1954. He was fully and truly made in India. He studied aeronautical engineering in Tamil Nadu, joined ISRO and moved on to DRDO. He was never trained abroad, but completely dedicated himself to his passion. His vision 2020 was for transforming India from a developing nation to a developed nation. Yes, everyone remember him as greatly beloved. Kamal's appeal cut cross and class and creed. A man radiate a sort of gentleness. A man with inspiring life story and indomitable optimism. The first Indian aerospace scientist who occupied Rashtrapati Bhavan, renowned as People's President. Close always to laymen. In every aspect, Bharat Ratna, the easy-going demeanor, simple lifestyle with the rightness made him glowing star of demeanor. Age cannot wither him, no caste and changes infinite variety. Let me wind up recalling his inspiring thought. Where there is rightness in the heart, there is beauty in the character. When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is order in the nation. When there is order in the nation, there is peace in the world. Thank you. നന്ദി ദേവിക. നമ്മളുടെ നാടിനും ലോകത്തിനും തന്നെ നന്മയുടെ മാർഗം തെളിച്ച ശാന്തി മന്ത്രം പകർന്നു നൽകിയ വ്യക്തിപ്രഭാവത്തിന് ആദരവർപ്പിച്ചതിന് നന്ദി. ഇനി ആരുടെ ഊഴമാണ്? മറ്റാരുമില്ല. മഞ്ജു ടീച്ചറിനെ പോലെ തന്നെ ISROയുമായി ആത്മബന്ധമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീധർ ടീച്ചറിനെ അനുസ്മരണ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. ഒരു സമൂഹത്തിന് മുഴുവൻ പ്രചോദനം നൽകാൻ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അദ്ദേഹം സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ഒരു ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖല എന്ന് പറയുന്നത് അധ്യാപനമായിരുന്നു. നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിലെല്ലാം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഭാവി വിദ്യാർത്ഥികളിലാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അദ്ദേഹം വിദ്യാലയങ്ങൾ സന്ദർശിക്കാനും വിദ്യാർത്ഥികളുമായി സംവദിക്കാനും സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രചോദനം നൽകുന്നവയായിരുന്നു. വ്യത്യസ്തമായി ചിന്തിക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിരുന്നു. മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യസ്തനാകാം എന്ന് അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു.
എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീ APJ അബ്ദുൽ കലാം. Thank you, teacher, for your excellent oration. We extend a special thanks for your support. Who is next? It's a dearest Janie teacher, master in mathematics. Yes, teacher, we are eagerly waiting for your inspiring address. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എത്രയും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഒത്തിരി മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ ഇന്ത്യ. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു ശ്രീ അബ്ദുൽ കലാം സാറിൻ്റെ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനായി യുവാക്കളും വിദ്യാർത്ഥികളൊക്കെ തടിച്ചുകൂടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ഇത് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പ്രത്യേകിച്ചൊരു മാസ്മരിക ശക്തിയുണ്ട്. ഉറങ്ങിക്കിടന്ന ഒരാളെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് അവനിൽ ഊർജം നിറച്ച് ഉണർന്നുകൊണ്ട് തന്നെ അവനെ സ്വപ്നം കാണാൻ പ്രാപ്തനാക്കുന്ന ഒരു പ്രത്യേക കഴിവ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇന്ന് വിദ്യാർത്ഥികളാണ്, നാളെയുടെ പൗരന്മാരാണ്, അതായത് നാളത്തെ യുവാക്കളാണ്. ഒന്നുകൂടി മുന്നോട്ട് ചിന്തിച്ചാൽ നാളത്തെ നേതാക്കന്മാരാവേണ്ടവരാണ് നിങ്ങൾ. ഈ ഓരോ വിഭാഗത്തോടും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തെക്കുറിച്ചും, അതായത് വിദ്യാർത്ഥികൾ, അതുപോലെ യുവാക്കൾ, നേതാക്കന്മാർ, ഇവരെയൊക്കെ കുറിച്ച് ശ്രീ അബ്ദുൽ കലാം സാറിന് പ്രത്യേക കാഴ്ചപ്പാട് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജവമുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. യുവാക്കളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: വ്യത്യസ്തമായ ആശയങ്ങളുമായി മുന്നോട്ട് പോകാൻ ധൈര്യമുള്ളവരായിരിക്കണം. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനും പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താനുമുള്ള ധൈര്യം യുവാക്കൾക്കുണ്ടായിരിക്കണം. ഒരു നേതാവിനെ ഇങ്ങനെ നിർവചിക്കാം: നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണമുണ്ടായിരിക്കണം. ഒരു പ്രശ്നത്തെയും ഭയപ്പെടരുത്, മറിച്ച് അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഏറ്റവും വലിയ പ്രത്യേകത, ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മഹത് വചനങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാനായി ഉപകരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അനന്തമായ നന്മയുടെയും അറിവിൻ്റെയും വിളനിലമായ APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയെ അനുസ്മരിച്ചതിന് നന്ദി ടീച്ചർ. കാലത്തിൻ്റെ സീമകൾക്കപ്പുറം ആ വ്യക്തിപ്രഭാവം നിലനിൽക്കുന്ന തന്നെ ചെയ്യും. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാവിധ പ്രചോദനവും നൽകിയ പ്രിൻസിപ്പാളിനും അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ പരിപാടി നയിക്കുവാൻ സഹായിച്ച ഹസീന ടീച്ചർക്കും ക്ലാസ് അധ്യാപകർക്കും പ്രധാനമായും ഞങ്ങൾക്ക് വിലയേറിയ സന്ദേശം നൽകിയ G. മാധവൻ നായർ അവറുകൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് സന്ദേശം ഞങ്ങൾക്ക് എത്തിക്കുവാൻ സഹായിച്ച ശ്രീലത ടീച്ചർക്കും ഈ അസംബ്ലിക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി. Thank you, Shivamul, for your Thanksgiving address. Before the close of the ceremony, let us watch our Hasina teacher's tribute to People's President. Good morning. It's with great reverence I pay my homage to Dr. APJ Abdul Kalam, an eminent person of the millennium. He was an excellent statesman, teacher, scientist, team leader, and was the first citizen of India. Here is my tribute to him in the form of poetry. Thank you. Big salute to you, People's President. A big salute to you, People's President, who walks in the heaven of freedom with eternal bliss. A man with righteousness and mesmerizing dreams. A charming gem with vision and mission. A true seer with prophetic perspective. From the eternal chariot of enlightenment and sublimity, he sprinkles the drops of peace and brotherhood. The most simple, adorable genius of a millennium. The honorable missile man who tamed the space and stars. A soft-spoken scientist, purified from the test of fire and Agni's might. You are tete-a-tete with skies and stars, were looked with
awe and wonder, a guiding compass, who leads with unrelenting zeal. For you, the outstanding luminous cirrus of the firmament, we pay our reverence and love with unending woe. Thank you.